വിഷ്ണു ആക്റ്റീവായാൽ മാത്രം പൈസ കിട്ടുമോ പ്രോഡക്റ്റോ സർവീസോ ഇല്ലാതെ? ആര് പറഞ്ഞു? മാതാ അമൃതാനന്ദമയ്ക്ക് ഇത്രയും കോടികൾ കിട്ടുന്നത് എങ്ങനെ? എല്ലാ കാലവും എന്നും എല്ലാവരെയും വിട്ടികളാക്കാൻ പറ്റൂല. അത് തന്നെ എല്ലാ ഹീലേഴ്സും ചെയ്യുന്നത്. ഹീലേഴ്സ് എല്ലാം അങ്ങനെയാണ് എല്ലാം ചെയ്യുന്നത്. രവിശങ്കർ ആയിരുന്നു, എല്ലാവരും സായിബാബ. വത്തിക്കാൻ്റെ പൈസ എന്ന് പറഞ്ഞാൽ കോടികളാണ്. 5000 കൊല്ലമായി നമ്മൾ ഈ ഇരിക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം പുതുക്കി പണിഞ്ഞിട്ട് ആളുകൾ വന്ന് ശമ്പളം വാങ്ങിക്കുന്ന, ജോലി ചെയ്ത് ശമ്പളം വാങ്ങിക്കുന്ന ഏതെങ്കിലും സ്ഥാപനം ലോകത്ത് 5000 കൊല്ലമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ? ഈജിപ്തിലെ പിരമിഡിലൊന്നും ആളുകളില്ല. അമൃതാനന്ദമയിയെ സംബന്ധിച്ച് സാധാരണ മുക്കുവ കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്. അത് ഒരു ബ്രാഹ്മണനോ ഒന്നുമല്ല, അല്ലെങ്കിൽ സ്പിരിച്വലി ഒരു കണക്ഷനും ഇല്ലാത്ത ആളാണ്. സ്കൂളിലൊക്കെ വെച്ചിട്ട് ബോധം കെട്ട് വീഴുമായിരുന്നു. നെഗറ്റീവായിട്ടുള്ള ഡേറ്റീസ് പൊസസ് ചെയ്യുന്ന സമയത്ത് നരകതുല്യമായ ജീവിതമാണ്. ആളുകളുടെ മുന്നിൽ പരിഹാസപാത്രമാവും. ഇവർക്ക് ഓട്ടോമോട്ടോർ മൂവ്മെന്റ് എന്ന് പറയും. ബോഡി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, മൂവ്മെന്റ്സ് ഇങ്ങനെയൊക്കെ പോകും. ഇവരുടെ ബോഡി ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് നമ്മുടെ അതിഥി സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള മനുഷ്യ മനസ്സിനെ എങ്ങനെ മരുന്നുകളില്ലാതെ ചികിത്സിക്കാം എന്ന പഠനം നടത്തുന്ന ഒരു അതിഥിയാണ്. അത് മറ്റാരുമല്ല, തപോവൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ആചാര്യൻ കൂടിയായ ബ്രഹ്മശ്രീ ശ്രീധരൻ നമ്പൂതിരിയാണ്. സ്വാഗതം. ജ്യോതിഷവും സൈക്കാട്രി, നമ്മൾ പറയില്ല അലുവയും മത്തിക്കറിയും എന്ന് പറയും. രണ്ട് ദിശയാണ് അല്ലേ? ഇന്നത്തെ ആൾക്കാർ പറയുമ്പോൾ അതെന്താ ഇത് രണ്ടും കൂടെ ഒരുമിച്ച്? കറക്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ ഒരു ഇൻ്റർവ്യൂ വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചത്. എങ്ങനെയാണത് അങ്ങ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? നമ്മുടെ ആത്യന്തികമായ എല്ലാ മനുഷ്യൻ്റെയും ഉദ്ദേശം, ആഗ്രഹം എന്ന് പറഞ്ഞാൽ സന്തോഷകരമായിട്ടൊരു ജീവിതം. ഈ സന്തോഷകരമായ ജീവിതത്തിൽ കുറിച്ച് നമുക്ക് പോകണമെങ്കിൽ, സന്തോഷമായ ജീവിതത്തിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് അറിവുണ്ടാകണം. ഈ അറിവ് ഡിവൈഡ് ചെയ്യുന്നത് ആരാണ്? അതാണ് അന്വേഷിക്കേണ്ട ഒരു ചോദ്യമാണ്. ഇപ്പോൾ നമ്മൾ ഹിരോഷിമയിൽ ആറ്റം ബോംബ് ഇട്ടു, നാഗസാക്കിയിൽ. അപ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെ വേണേൽ പഠിക്കാം, അതിനെ ഹിസ്റ്ററി ആയിട്ട് പഠിക്കാം. അപ്പോൾ അത് ലിറ്റിൽ ബോയ് എന്ന് പറയുന്ന ആറ്റം ബോംബാണ് ഇട്ടതെന്നും അതെങ്ങനെയാണെന്നും അതിൻ്റെ കാര്യങ്ങൾ പഠിക്കാം. അതിനെ ബയോളജിക്കലി പഠിക്കുക. അതുണ്ടാക്കിയ ആളുകളുണ്ടാക്കിയ ഫിസിക്കലി ഉള്ള ബോഡിയിലുണ്ടാക്കിയ ചേഞ്ചസും കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ അത് ബയോളജിയായി. ആറ്റം ബോംബിൻ്റെ ചെയിൻ റിയാക്ഷനെ കുറിച്ച് പഠിക്കുമ്പോൾ, ന്യൂക്ലിയർ ഫ്യൂഷനെയൊക്കെ കുറിച്ച് പഠിക്കുമ്പോൾ അത് കെമിസ്ട്രി ആയി, ഫിസിക്സായി. സത്യത്തിൽ അറിവിന് അങ്ങനെ ഡിഫറൻസ് ഉണ്ടോ? ഇല്ല. പണ്ടത്തെ ഡോക്ടർമാരെ കണ്ടിട്ടുണ്ട്. പണ്ടത്തെ ഡോക്ടർമാർ ഒരു ഫിസിഷ്യൻ ആയിരിക്കും സാധാരണ. അയാൾക്ക് എല്ലാം അറിയായിരിക്കും, എല്ലാത്തിനെ കുറിച്ച് ഒരു സാമാന്യമായ നോളജ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഈ സ്പെഷ്യലൈസേഷൻ വന്നപ്പം ഈ കണ്ണിനൊരാൾ മറ്റേ കണ്ണൊരാളെന്ന് പറഞ്ഞ വിട്ട് ഇത് ഞാൻ ചെവിയുടെ ഡോക്ടറാണ്, ഞാൻ കണ്ണ് നോക്കത്തില്ല. പണ്ട് നമ്മൾ പെട്ടെന്നൊരു അടുത്തൊരു ഡിസ്പെൻസറി കണ്ട, അല്ലെങ്കിൽ സർക്കാർ ആശുപത്രി കണ്ട, നമുക്ക് എന്തിനവിടെ ഓടിച്ചെല്ലുന്നു, മരുന്ന് വാങ്ങുന്നു, തിരിച്ചു വരുന്നു, പ്രശ്നം തീരും. അപ്പോൾ അത് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അറിവിനെ നമ്മളിങ്ങനെ ഒരു ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ ഈ ടോട്ടാലിറ്റി നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള സംശയം വരുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം, പേഴ്സണലി എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ പോലും ഞാൻ ഈ പറഞ്ഞ നമ്മൾ ഒന്നിൻ്റെ ഒരു വക്താവൊന്നുമല്ല. ആളുകൾക്ക് സൗഖ്യം കിട്ടുന്ന എന്തും നമ്മുടെ അറിവാണ്. അത് അപ്പം നമ്മൾ ട്രഡീഷണലായിട്ടുള്ള ഭാരതത്തിലെ ചികിത്സാ പദ്ധതികളെ എടുത്തിട്ട് അതിനകത്ത് താന്ത്രികമായിട്ടുള്ളതും മാന്ത്രികമായിട്ടുള്ളതും യോഗശാസ്ത്രപരമായിട്ടുള്ളതും വേദാന്തപരമായിട്ടുള്ളതും ഒക്കെ മനസ്സിനെ ഏറ്റവും നല്ലൊരു ചികിത്സാ പദ്ധതി നമുക്കിവിടെയുണ്ട്. പഞ്ചകോശ ശുദ്ധിയിൽ അടിസ്ഥാനം ആക്കിയിട്ടുള്ള പഞ്ചകോശങ്ങൾ വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പഠിക്കുന്ന, വളരെ ശാസ്ത്രീയമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ആൾറെഡി ഇവിടെ ഉണ്ട്. ഇവിടെ എത്തരത്തിലുള്ള ആൾക്കാരാണ് ഇവിടെ കൂടുതലും തിരുമേനി അന്വേഷിച്ച് വരുന്നത്? പല ടൈപ്പ് ആളുകളാണ്. ഒന്ന് പ്രധാനമായിട്ട് നമ്മൾ ക്ലാസ് എടുക്കുന്നത് ഇതെല്ലാം ബേസ് ചെയ്തിരിക്കുന്ന മനുഷ്യൻ്റെ ആത്യന്തികമായ ഹാപ്പിനെസ്സിനെ ബേസ് ചെയ്തിട്ട് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്ന, സമാധി എന്ന് പറയുന്ന, യോഗശാസ്ത്രം പറയുന്ന, ഒരു മനുഷ്യന് സാധ്യമായ ഏറ്റവും വലിയ ഉയരം എന്ന് പറയുന്ന സമാധിയെ ബേസ് ചെയ്തിട്ടുള്ള അഷ്ടാംഗയോഗ പ്രകാരമുള്ള ഒരാളുടെ സൗഖ്യത്തിലേക്കുള്ള യാത്രയാണ് ശരിക്കും ഇവിടെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അത് ശ്രീവിദ്യാ പദ്ധതി പോലുള്ള താന്ത്രിക പദ്ധതികളിലൂടെ ഈ പഞ്ചകോശ സിദ്ധിയിലൂടെ, അതായത് ഫിസിക്കൽ ബോഡി, മെൻ്റൽ ബോഡി, എനർജി ബോഡി, നോളജ് ബോഡി, ബ്ലിസ് ബോഡി, വി ഹാവ് 5 ബോഡീസ്. ഈ 5 ശരീരങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ ആ 5 ശരീരത്തിലും പ്രശ്നങ്ങൾ വരാം. ഫിസിക്കലായിട്ടുള്ള കംപ്ലയിൻറ്റ്സ് നമുക്കുണ്ടാവും, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ശാരീരികമല്ലാത്തതെല്ലാം മാനസികം എന്നാണ് നോർമലി പറയുന്നത് മോഡേൺ മെഡിസിനൊക്കെ. അവിടെ ചില പോരായ്മകളുണ്ട്. കാരണം അങ്ങനെ അല്ലാത്ത വിഷയങ്ങളുണ്ട് ആളുകൾക്ക്. തീർച്ചയായിട്ടും ശാരീരികവും മാനസികവും അല്ലാത്ത വിഷയങ്ങളുണ്ട്. അപ്പോൾ അത് എനർജി ലോകത്തുള്ള വിഷയങ്ങളാണ്. പ്രാണമയ ലോകം ചിലപ്പോൾ നമുക്ക് ഭയങ്കര എനർജി തോന്നും, ഭയങ്കര ഡൗൺ ആയിരിക്കും എനർജി.
അതെന്താണെന്ന് ചോദിച്ചാൽ പറയും അത് മാനസികമാണെന്ന് പറയും. അങ്ങനെ ആയിരിക്കത്തില്ല. കാരണം മാനസികമായിട്ട് അവർക്കൊരു പ്രശ്നവും കാണത്തില്ല. ഇപ്പോൾ പെണ്ണുങ്ങളിപ്പോൾ ഭർത്താവ് എങ്ങനെയുണ്ട്, ഭയങ്കര സ്നേഹമാണ്, കുട്ടികളോ ഭയങ്കര സ്നേഹമാണ്, പിന്നെ പൈസ ഇഷ്ടം പോലെ പൈസയുണ്ട്, പിന്നെ എന്താ നിങ്ങളുടെ പ്രശ്നം? അതറിയത്തില്ല, അതറിയാനല്ലയോ വന്നത് എന്ന് ചോദിക്കുന്നൊരവസ്ഥയുണ്ട്. ആങ്സൈറ്റി ഉണ്ട്, സ്ട്രെസ് ഉണ്ട്, ഉറക്കം വരുന്നില്ല, ഒരുപാട് പ്രശ്നങ്ങൾ. അത് ഈ തൊഴിലിടങ്ങളിലുള്ള നമ്മുടെ മാനസിക സമ്മർദ്ദം അതുകൊണ്ട് മാത്രം ആയിക്കോണമെന്നില്ല. അപ്പോൾ അതൊക്കെ അതാ ഞാൻ പറഞ്ഞത്, വ്യക്തമായ റീസൺ ഉള്ളത് മാനസികപരമായ പ്രോബ്ലം. ഒരു ലവ് അഫെയർ ഫെയിലിയറായി, ഇതിന് റീസൺ ഉണ്ട്. അവിടുന്ന് ശരീരത്തിലേക്ക് അത് ബാധിക്കുമ്പോൾ നമ്മൾ സൈക്കോസോമാറ്റിക് ഡിസോർഡർ എന്ന് പറയും. സൈക്കോ എന്ന് പറഞ്ഞാൽ മൈൻഡ്, സോമ എന്ന് പറഞ്ഞാൽ ശരീരം, മനസ്സിന് ശരീരത്തിലേക്ക് ബാധിക്കുന്നതാണ്. എന്നാൽ ഇതൊന്നുമില്ലാതെ ഓഫീസിലും സ്ട്രെസ്സൊന്നുമില്ല, വീട്ടിലും സ്ട്രെസ്സൊന്നുമില്ല, സാമ്പത്തിക പ്രശ്നങ്ങളുമില്ല, പക്ഷേ പല വിധത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകളും പല വിധത്തിലുള്ള അസുഖങ്ങളും പ്രശ്നങ്ങളും റീസൺ അറിയാൻ വയ്യ എന്നുള്ള ഒരുപാട് കേസുകളുണ്ട്. ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടു. അതായത് ഒരു സ്ത്രീ എൻ്റെ തലയിൽ ചിപ്പിരിക്കുകയാണ്. ഈ ചിപ്പ് പ്രവർത്തിക്കുന്ന അമേരിക്കയിൽ നിന്നാണ്. അവരെന്നെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക. ഇതെന്താണ് അങ്ങനെ ഒരു ചിപ്പ് തലയിൽ ഘടിപ്പിക്കാൻ പറ്റും? ഇല്ല, ഇപ്പം അങ്ങനെ ഒരു ഇതെന്താണെന്ന് പറഞ്ഞാൽ സൈക്കോളജി അല്ലെങ്കിൽ സൈക്യാട്രി ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസാണ്. ഇത് പണ്ട് മുതലേ ആളുകൾക്ക് വരുന്ന ഉദരം മാനസിക വിഭ്രാന്തിയാണ്. മാനസിക വിഭ്രാന്തി സ്കിസോഫ്രീനിയ എന്നൊക്കെ പറയും, ഹാലൂസിനേഷൻസ്. അവർ സ്ഥിരം പറയുന്ന കാര്യം ഇത് ഇപ്പോഴത്തെ കാര്യമൊന്നുമല്ലത്. അവർ സ്ഥിരമായി പറയുന്ന കാര്യമാണ്. എന്നെ അയൽവക്കക്കാരൻ നിരീക്ഷിക്കുന്നു, എൻ്റെ വീട്ടിലൊരു യന്ത്രം മെഷീൻ വെച്ചിട്ടുണ്ട് നാസയെന്ന് കൊണ്ടുവന്നിട്ട്, ഇതെപ്പോഴും എന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു, എൻ്റെ കാര്യങ്ങൾ അവർ അറിയുന്നു, ഇത് പറയുന്നതാണ്. അപ്പം ശരിക്കും ഇപ്പം ഇത് ട്രീറ്റ് ചെയ്യുന്നവർക്ക് അറിയാവുന്ന സമൂഹ മാധ്യമങ്ങളിൽ ഇത് വരുന്നില്ല, കാരണം ഇത് മാനസിക വിഷയമായിട്ടില്ല. പക്ഷേ അവിടെ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഇതൊരു മാനസിക രോഗം എന്ന് സൈക്കോളജി സൈക്യാട്രിയാണ് പറയുന്നത്. ഇതൊരു മാനസിക രോഗമല്ല, പണ്ടേ ഉള്ള സംഗതിയാണ്. ഇത് ചില വൈബ്രേഷണൽ ഫീൽഡുകൾ, ചില ക്യാരക്ടേഴ്സിൻ്റെ ആർക്കിടൈപ്സ് എന്ന് സൈക്കോളജി പറയാം. ഈ ആർക്കിടൈപ്പ് സൈക്കോളജി കാൾ ജുങ്ങിൻ്റെ അനലിറ്റിക്കൽ സൈക്കോളജിയാണ് ഇതിനെ ഡീപ്പായിട്ട് പോയിട്ടുള്ളത്. ഈ അനലിറ്റിക്കൽ സൈക്കോളജി ഡീപ്പായിട്ട് സൈക്കോളജിസ്റ്റുകൾ പോലും പഠിച്ചിട്ടില്ല. അദ്ദേഹം ഭാരതത്തിൽ വന്നിട്ടുണ്ട്, കേരളത്തിൽ വരെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ചൈനയിൽ പോയിട്ടുണ്ട്, സെൻ ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആഴത്തിൽ പഠിച്ചു. അദ്ദേഹം കുണ്ടലിനെ കുറിച്ച് പറയുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോ ലഭ്യമാണ്. കുണ്ടലിനി എനർജിയെ കുറിച്ച് പറയുന്ന വീഡിയോ ഡീറ്റെയിൽ ആയിട്ട്. പുള്ളിക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു, കുണ്ടലിനി സിൻഡ്രം ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു പ്രാണമയ കോശമുണ്ട്, ലൈഫ് ഫോഴ്സിൻ്റെ ഒരു എനർജി വേൾഡ് ഉണ്ടെന്നും അവിടെ സൂക്ഷ്മ ശക്തികൾ എന്ന് പറയുന്ന വൈബ്രേഷണൽ ഫീൽഡുകൾ ഈ പ്രാണനെ തിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പല വിധത്തിലുള്ള മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നും വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഈ കുണ്ടലിനി സിൻഡ്രം എന്ന് പറയുമ്പോൾ അതൊരു അസുഖമാണോ? അത് ഈ പറയുന്നതൊക്കെ അതിൽ വരും. അല്ല, ഈ അപ്പോൾ യോഗികൾക്ക് റെയറായിട്ട് റൈസ് ചെയ്യുന്ന കുണ്ടലിനി, അല്ലെങ്കിൽ യോഗികൾക്ക് മാത്രം റൈസ് ചെയ്യുന്ന കുണ്ടലിനി ആക്സിഡൻ്റലായിട്ട് റൈസ് ചെയ്യുന്നവരുണ്ട്. ഭയങ്കരമായ സ്ട്രെസ്സിലൂടെ കടന്നു പോകുമ്പോൾ ബൈപോളാർ ഡിസോർഡർ എന്ന് പറയുന്നത് ഈ കുണ്ടലിനി ഓവർ റൈസിങ്ങിനെയാണ് പറയുന്നത്. അല്ല, ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടാണ് ഈ ആറാം ഇന്ദ്രിയം എന്ന് പറഞ്ഞ നമ്മുടെ അയ്യർ ദ ഗ്രേറ്റ് സിനിമ മരത്തിന്റെ മുകളിൽ കയറി അദ്ദേഹം താഴോട്ട് നോക്കി. അങ്ങനെയൊക്കെയുള്ള പല ക്രിട്ടിക്കൽ സിറ്റുവേഷനിലെ ചില ട്രോമകളിലൂടെ ഭൂകമ്പം വരുമ്പോൾ, അല്ലെങ്കിൽ ചില ലവ് അഫെയർ ഡീപ്പായിട്ടുള്ള ഒരു ഫെയിലിയർ ഉണ്ടാകുമ്പോൾ, ജീവിതത്തിന് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, മരണത്തെ ഫേസ് ചെയ്യുമ്പോഴും ഒക്കെ ഈ കുണ്ടലിനി ആക്സിഡൻ്റ് ആയിട്ട് റൈസ് ചെയ്യുകയും പിന്നെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ നെഗറ്റീവ് എനർജികളിലേക്ക് പോകുന്നു. അപ്പം നമ്മുടെ പ്രാണനാണ് ഈ സൂക്ഷ്മ ശക്തികൾ അല്ലെങ്കിൽ പ്രാണമയ കോശത്തിലുള്ള വൈബ്രേഷണൽ ഫീൽഡുകളായ ആർക്കിടൈപ്പുകളുടെ ഫുഡ്. എന്താണ്? നമ്മുടെ ഈ എനർജിയാണ്, പ്രാണനാണ്. അപ്പോൾ ഈ പ്രാണൻ റൈസ് ചെയ്യുമ്പോൾ ഇത് കഴിക്കാനായിട്ട്, ഇത് എടുക്കാനായിട്ട് ഈ സൂക്ഷ്മ ശക്തികൾ നെഗറ്റീവായിട്ടുള്ളത് വരുമ്പോൾ തോന്നുന്ന, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന, തോന്നൽ എന്ന് പറയാൻ പറ്റത്തില്ല, ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പലർക്കും പല രീതിയിൽ അപ്പതെക്സ്. ചിലർക്ക് ഭയങ്കരമായി ഉറങ്ങുന്നവരുണ്ട്, ചില ആളുകൾ ഭയങ്കരമായിട്ട് ഭയങ്കര ആങ്സൈറ്റി, കാര്യമൊന്നുമില്ല, ഒരു വിഷയങ്ങൾ വീട്ടിലുണ്ടായിട്ടില്ല, ഒരു സ്ട്രെസ്സിന് ഒരു കാരണമില്ല. ഡോക്ടർമാർ പറയും സ്ട്രെസ്സാണ്, എനിക്ക് സ്ട്രെസ് ഇല്ല സാറേ എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. ഈ സ്ട്രെസ്സിൽ നിന്നാണ് വരുന്നത്, ഈ ആങ്സൈറ്റി വരുന്നതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. ഈ ആങ്സൈറ്റി സ്ട്രെസ് ഉണ്ടെന്നൊന്നുമില്ല, അതിങ്ങനെ ഉണ്ടാവണം. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ സൂക്ഷ്മ ശക്തികളുണ്ട്, അല്ലെങ്കിൽ ആർക്കിടൈപ്പുകളുണ്ട്. ഈ ആർക്കിടൈപ്പുകൾ പേഴ്സണാലിറ്റീസ് ആയിട്ടുള്ള ആർക്കിടൈപ്സ് ഉണ്ട്. മണിച്ചിത്രത്താഴിലൊക്കെ പറയുന്ന കൂട്ടുള്ള പേഴ്സണൽ. ഇന്ന് സൈക്കോളജി DSM-5 വർമ്മയ്ക്ക് ഇപ്പോൾ അതിന് കൊടുത്തിരിക്കുന്ന പേര് ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ എന്നാണ്.
അത് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റിന്ന് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ പറയുന്ന പേര് ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ ഡിഡ് എന്നാണ്. ഇത് ഒന്നിലധികം പേഴ്സണാലിറ്റീസ് ഒരാളിൽ പൊസസ് ചെയ്യും. ആ പൊസസ് ചെയ്യപ്പെടുന്നതിൻ്റെ റീസൺ ആണ്, ബേസിക് റീസൺ ആണ് ഞാനിപ്പോൾ അതറിയാൻ ഈ ഭാരതത്തിലേക്ക് വരണം. അപ്പം കാരണം എനർജിയെ കുറിച്ച് ഇവിടെ പറയുന്നുള്ളൂ. ഈ എനർജി നമ്മളുടെ ഉള്ളിലെ നെഗറ്റീവായിട്ടുള്ള ഈ പൊസഷൻസ് വന്ന നമ്മുടെ ബ്രെയിനിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ അഡ്രിനാലിൻ, കോർട്ടിസോൾ, നോർ അഡ്രിനാലിൻ പോലുള്ള നെഗറ്റീവ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കണ്ടിന്യൂസ് ട്രിഗർ ചെയ്യുമ്പോൾ ഈ ആളിന് നെഗറ്റീവ് ഓർമ്മകൾ മാത്രമേ ബ്രെയിനിൽ നിന്ന് ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡിപ്രഷൻ ഉണ്ടാവും, ആങ്സൈറ്റി ഉണ്ടാവും. അതായത് പോസിറ്റീവ് ഓർമ്മകൾ എടുക്കണമെങ്കിൽ പോസിറ്റീവ് ബ്രെയിൻ കെമിക്കൽസ് വേണം. നമ്മൾ വഴക്കിടുമ്പോൾ കണ്ടില്ലേ, ഇന്നലെ വരെ ഡോപ്പോമിനാണ് തലയിൽ, പോസിറ്റീവ് കെമിക്കലാണ് ഡോപ്പോമിൻ, സെറോട്ടോണിൻ, ഓക്സിറ്റോസിൻ. നീ നല്ല സ്നേഹമായിരുന്നു, ഇന്ന് വഴക്കിടുമ്പോൾ നീ അന്ന് അങ്ങനെ പറഞ്ഞില്ലേ, പണ്ട് ഇങ്ങനെ പറഞ്ഞില്ലേ, അന്ന് ആദ്യം കണ്ടപ്പോഴേ എനിക്ക് നിന്നെ സംശയം ഉണ്ടായിരുന്നു. നെഗറ്റീവ് ഡേറ്റകളെല്ലാമാണ് വരുന്നത്. അങ്ങനെയുണ്ടോ? ഒരാൾ രണ്ടും ചേരുന്നല്ലേ, അവർ നല്ല കാര്യങ്ങളും അയാൾ ചെയ്തിട്ടുണ്ടാവില്ലേ, പക്ഷേ അതൊന്നും ആക്സസ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഈ സൂക്ഷ്മ ശക്തികൾ വന്ന് പ്രോസസ്സ് ചെയ്യുമ്പോൾ നമ്മളെ എപ്പോഴും ഒരാൾ നിരീക്ഷിക്കുന്നതായിട്ട് നമുക്ക് തോന്നലല്ല, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എനർജി വേൾഡിലാണേ ഉള്ളൂ, മറ്റൊരു ലോകത്താണ്. ശരിക്കും നമ്മുടെ ബേസും എനർജി വേൾഡാണ്. എൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഓറയിൽ എപ്പോഴും ഒരാൾ നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യും, ശരിക്കും ഒരു പൊസസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക്. അപ്പോൾ ഒരാൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എപ്പോഴും തന്നെ. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും പാതി വെന്ത ആളുകൾ എന്ന് വേണേൽ പറയാം. അതായത് സയൻസ് മുഴുവൻ പഠിച്ചിട്ടും ഇല്ല, എന്നാൽ ഒട്ട് അന്ധവിശ്വാസങ്ങളൊന്നും വേണ്ടാന്നുണ്ട്. അപ്പൊ അവരുടെ ഇത് ബാധയാണ്, അല്ലെങ്കിൽ ഒരു പൊസഷൻ, ഒരു പ്രേതബാധയാണ്, അല്ലെങ്കിൽ ഒരു സൂക്ഷ്മ ശക്തിയാണെന്ന് അംഗീകരിക്കാൻ അവരുടെ മനസ്സൊരിക്കലും തയ്യാറാവില്ല. കാരണം സയൻസ് ഒക്കെ പഠിച്ചു പോയി, വിദ്യാഭ്യാസം ഉണ്ടായിപ്പോയി, അത് എന്ത് ചെയ്യാൻ പറ്റും. അപ്പം പക്ഷേ അവസാനം ഇതില്ലാത്തവരാണെങ്കിൽ പഴയ ആൾക്കാർ, അല്ലെങ്കിൽ അവർ പറയും പ്രേതബാധയാ, അവരിത് ഒഴിപ്പിച്ച് മാറ്റും, ഒഴിപ്പിച്ച് മന്ത്രവാദം ഒഴിപ്പിച്ച് മാറ്റും, അല്ലെ ചരടി വെച്ച് കിട്ടുമ്പോൾ ചിലപ്പോൾ ഇത് പോകും. കാരണം അവരുടെ മനസ്സിനൊരു പവർ കിട്ടിയപ്പോൾ, അപ്പൊ ഇതിനെ വെല്ലാനുള്ള ഒരു പവർ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ പോസിറ്റീവ് ആർക്കിടൈപ്പ് ഒരെണ്ണം വന്നു. നെഗറ്റീവ് ആർക്കിടൈപ്പിനെ മാറ്റുന്ന ദേവത എന്ന് പറയുന്ന പോസിറ്റീവ് ദേവതയായിട്ടുള്ള ഒരു ആർക്കിടൈപ്പ് ചരടി ജപിച്ചപ്പോൾ കിട്ടി വന്നപ്പോൾ ഉപബോധ മനസ്സിന്റെ പ്രോഗ്രാമിംഗ് ആണ്, സെൻസറി പ്രോഗ്രാമിംഗ് ആണ്. ഈ ചരടി ഇങ്ങനെ കയ്യെ കിടക്കുമ്പോൾ ഇത് എന്തിനാണ് ഉപബോധ മനസ്സ് ചോദിക്കുന്നുണ്ട് എപ്പോഴും, നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, 5 സെൻസറി എക്സ്പീരിയൻസ്, ഈ ഷർട്ട് എന്തിനാ, ഈ മാല എന്തിനാ, ഇതൊക്കെ ചോദിക്കും. അപ്പം അതിന് ആൻസർ ഇത് ഇങ്ങനെ പ്രൊട്ടക്ഷൻ ആണ്, ഇങ്ങനെ ഒരു ദേവതയുണ്ട്, അമ്പലത്തിൽ നിന്ന് കിട്ടിയതാണ് എന്നുള്ള കമാൻഡ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പോസിറ്റീവ് പ്രോഗ്രാമിംഗ്, ബ്രെയിൻ്റെ ന്യൂറോൺ വയറിംഗ് എന്ന് അതിന് പറയും. ഒരു ന്യൂറോൺ നെറ്റ്വർക്ക് അവിടെ ബിൽട്ടപ്പ് ചെയ്യുക പോസിറ്റീവായിട്ട്. ഈ നെഗറ്റീവായിട്ടുള്ള ന്യൂറോൺ നെറ്റ്വർക്കിനേക്കാൾ പവർഫുൾ ആകുമ്പോൾ അത് കിക്ക് ഔട്ട് ആവും. അപ്പോൾ ഇവർക്ക് ബ്രെയിൻ ക്യൂറോ കെമിക്കൽസ് നേരെയാവും, അപ്പോൾ ശാന്തത കിട്ടും. വളരെ ശാസ്ത്രീയമായ സംഗതിയാണ്. പക്ഷെ പാതി വെന്ത ആളുകൾ എന്ത് പറയും, ഇത് അന്ധവിശ്വാസം, ചരടി ഇതിനകത്തില്. അപ്പൊ ഈ സൈക്കോസോമാറ്റിക് ആയിട്ടുള്ള കംപ്ലൈന്റുകൾക്ക് ഇത് ഒരുപാട് ബെനിഫിറ്റ് ആണ്. അതാണ് ഇപ്പോഴും ഇതൊക്കെ നിൽക്കുന്നത്. അപ്പൊ അവർക്ക് ഏറ്റവും മാക്സിമം റീസണബിൾ ആയിട്ട് അവർക്ക് അവരെ സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഡേറ്റ അവർ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന എന്താണ്, എൻ്റെ തലയിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ചിപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക, അതുവഴി അവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് വേണ്ടിയിട്ട് അവർ സ്വാഭാവികമായിട്ട് എക്സാമ്പിളായിട്ട് പറയുന്നത് നമ്മുടെ മൊബൈലിലുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജീസാണ്. ശരി, ഇപ്പം ഞാനിപ്പോൾ നിങ്ങളോട് വർത്തമാനം പറഞ്ഞ് ഇപ്പം ഞാനിപ്പോൾ ഒരു എന്താ പറയുക, ഒരു മെഴുകുതിരിയെക്കുറിച്ച് ഞാനിങ്ങനെ സംസാരിക്കാം. മെഴുകുതിരിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം കുറച്ച് കഴിയുമ്പോൾ ഒരു മെഴുകുതിരിയുടെ അഡ്വർടൈസ്മെൻറ്റ് മൊബൈലിൽ വരും. ഇത് നമ്മുടെ ഉള്ളിൽ ചിപ്പ് വെച്ചിട്ടല്ലേ? ഒരിക്കലും അല്ല, അത് അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ്. എന്താണ് നമ്മൾ പറയുന്നതൊക്കെ, നമ്മൾ ഈ ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പം ചോദിക്കത്തില്ലേ പെർമിഷൻ, നമ്മുടെ ഇതൊക്കെ ടാപ്പ് ചെയ്യാനുള്ള പെർമിഷനാണ് ചോദിക്കുന്നത്. നമ്മളത് ഓണായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഹേ ഗൂഗിൾ എന്ന് പറഞ്ഞാൽ ഗൂഗിൾ അസിസ്റ്റൻസ് വരും. തീർച്ചയായിട്ടും. അപ്പം നമ്മൾ പറയുന്നത് ഈ ഗൂഗിൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക 24 hours. അപ്പം നമ്മൾ പറയുന്നത് അതിന് കേൾക്കാം. നമ്മുടെ മൊബൈൽ എപ്പോഴും നമ്മുടെ വീട്ടുകാരേക്കാൾ കൂടുതൽ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന മൊബൈലാണ്. അവരെക്കാൾ കൂടുതൽ നമ്മളെ ഇപ്പോൾ അറിയാവുന്ന ആർക്കാണ്? എൻ്റെ ഭാര്യയേക്കാൾ എന്നെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആർക്കാണ് ഇപ്പോൾ? എൻ്റെ മൊബൈലിലാണ്, ഡൗട്ടൊന്നുമില്ല. നമ്മൾ എന്താണ് സെർച്ച് ചെയ്യുന്നത്, സ്വാഭാവികമായിട്ട് അത് സെർച്ചിൽ അതാ AI വെച്ചിട്ട് ഈ സംഭവങ്ങളെല്ലാം വെച്ചിട്ട് സംഭവം വർക്കൗട്ട് ചെയ്യുന്നതാണ്. ഇത്രയും ചിപ്പൊന്നും വെക്കാതെ തന്നെ വളരെ ക്ലിയർ ആയിട്ട് ഒരാളുടെ നീക്കങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ദേവതകളെ വിടുന്നവരുണ്ട്. ദേവതകൾ എന്ന് പറഞ്ഞാൽ വൈബ്രേഷണൽ ഫീൽഡുകളാണ്. പ്രാണന്റെ വൈബ്രേഷണൽ ഫീൽഡുകളാണ്. ഞാനിപ്പോൾ വിഷ്ണുവെന്നോ ശിവനെന്നോ എന്നൊക്കെ പറയുന്ന വൈബ്രേഷണൽ ഫീൽഡുകളാണ് ഇതെല്ലാം. നമ്മുടെ പ്രാണന്റെ വൈബ്രേഷണൽ ഫീൽഡ്. ഇപ്പോൾ കാലയെ കൂടെ കയറി വരുന്ന കുണ്ടലിനി അല്ലെങ്കിൽ വൈബ്രേഷൻ എനർജി, പ്രാണൻ എന്ന് പറയുന്ന ബേസിക് ഫോം ഓഫ് എനർജി ഉണ്ട്.
കാറ്റിലും വെള്ളത്തിലും അഗ്നിയിലും വായുവിലും ഒക്കെ ബേസിക് എനർജി ഫോമായിട്ടുള്ള പ്രാണൻ കാലേ കൂടെ കയറി വന്ന് നമ്മുടെ മൂലാധാരത്തിൽ വന്നിട്ട് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് നിൽക്കും. ഡാമിലൊക്കെ ഉള്ള കൂട്ട് പല വെള്ളങ്ങൾ വന്ന് പല സ്ഥലത്തു നിന്ന് വന്ന് പൊട്ടൻഷ്യൽ എനർജി ആയിട്ടിട്ട് ഓരോ ഇറിഗേഷനൊക്കെ വിടുന്ന കൂട്ട് ഓർഗൻസ് റേസ് ചെയ്യാനും അല്ലെങ്കിൽ ഓരോരോ ആവശ്യങ്ങൾക്ക് മുകളിലേക്ക് ഈ എനർജിയെ വിട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പ്രാണൻ്റെ വേൾഡിലേക്ക് വന്നു കഴിയുമ്പോഴേ അത് മനസ്സിലാവത്തുള്ളൂ. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും. അപ്പോൾ അത് അങ്ങനെ വന്ന് കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കാനുള്ള ഓർഗൻ റൈസ് ചെയ്യിച്ച് അവിടെ പ്രവർത്തിക്കുമ്പോൾ അതിനെ ബ്രഹ്മാവ് എന്ന് വിളിക്കുന്നേ ഉള്ളൂ. ആ വൈബ്രേഷണൽ ഫീൽഡിനെ അത് ഹാർട്ടിലൂടെ വന്ന്, അതായത് മണിപൂരാന്ത ദുരിത വിഷ്ണു ഗ്രന്ഥി വിഭേദന ലളിത സഹസ്രം പറയും, ഹാർട്ടിലൂടെ ഇത് മോട്ടിവേഷണൽ എനർജി ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ അതിനെ വിഷ്ണു എന്ന് വിളിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ മോട്ടിവേഷണൽ എനർജി കൂടുതലായിട്ട് പുറത്തേക്ക് പോകുമ്പോൾ കൂടുതൽ വിഷ്ണുവിൻ്റെ ഭാര്യയായ ലക്ഷ്മിയെ കിട്ടും. 10 പേരെ മോട്ടിവേറ്റ് ചെയ്യുന്ന മാനേജറിന് കിട്ടുന്ന പൈസയല്ല 1000 പേരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കേരള ബ്രാഞ്ച് ഹെഡിന്. അപ്പം വിഷ്ണു ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ പൈസ കിട്ടുമെന്ന് പറഞ്ഞു. വിഷ്ണു ആക്റ്റീവ് ആയാൽ മാത്രം പൈസ കിട്ടുമോ? പ്രോഡക്റ്റോ സർവീസോ ഇല്ലാതെ? ആര് പറഞ്ഞു? മാതാ അമൃതാനന്ദമയ്ക്ക് ഇത്രയും കോടികൾ കിട്ടുന്നത് എങ്ങനെ? എല്ലാ കാലവും എന്നും എല്ലാവരെയും വെട്ടികളാക്കാൻ പറ്റൂല. ഏറ്റവും വലിയ ഏഷ്യയിലെ നമ്പർ 1 ഹോസ്പിറ്റൽ, കേരളത്തിലെ നമ്പർ 1 ഹോസ്പിറ്റൽ, അവർ ഹാർട്ടിലൂടെ ഹഗ് ചെയ്യുമ്പോൾ മറ്റുള്ളവരിലേക്ക് പോസിറ്റീവായിട്ട് പ്രാണൻ മുന്നോട്ട് പോയിട്ട് അവരുടെ നെഗറ്റീവ് പ്രാണനെ ഡിവൈഡ് ചെയ്യുന്നു, മാറ്റുന്നു. ഈ പറഞ്ഞ നെഗറ്റീവ് പൊസിഷൻസിനെ മാറ്റുന്നു, സൈക്കോളജിക്കൽ പൊസിഷൻസിനെ മാറ്റുമ്പോൾ അവർ പോയി ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് നല്ല ലാഭം ഉണ്ടാകുകയും അതിൻ്റെ ഒരു പോർഷൻ അവിടെ കൊണ്ട് കൊടുക്കുമ്പോൾ കോടികളാകുകയും ചെയ്യുന്നു. സാധാരണ ആളിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവത്തില്ല. അത് തന്നെയാണ് അമൃതാനന്ദമതി. സംശയം എന്താണ്? അത് തന്നെയാണ് എല്ലാ ഹീലേഴ്സും ചെയ്യുന്നത്. ഹീലേഴ്സ് എല്ലാം അങ്ങനെയാണ് എല്ലാം ചെയ്യുന്നത്. രവിശങ്കർ എല്ലാവരും, സായിബാബ, അത് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. വത്തിക്കാൻ്റെ പൈസ എന്ന് പറഞ്ഞാൽ കോടികളാണ്. അപ്പോൾ ഏറ്റവും വലിയ ഇൻഡസ്ട്രി ഏതാണ്? കോടികൾ ഏറ്റവും പണം ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി സ്പിരിച്വൽ വ്യവസായമാണ്. അത് പറ്റിപ്പാന്നല്ലത് അതിൻ്റെ മനസ്സിലാക്കണ്ടേ. ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി അവിടെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുകയാണോ വേണ്ടത്, അതോ ഇതൊക്കെ മണ്ടത്തരമാണെന്ന് പറയുവാണോ വേണ്ടത്? അതിനെക്കുറിച്ച് പഠിക്കുകയാണ് തീർച്ചയായിട്ടും. എങ്ങനെ ഇത്രയും കാശ് കിട്ടുന്നു പഠിക്കണ്ടേ? അവിടെ എനർജി വർക്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരും ഇതേപോലെ ഹീലേഴ്സ് ആയാൽ അവർക്കെല്ലാം ധനം വരാൻ സാധ്യതയില്ലേ? 100%. ഇപ്പൊ കേരളത്തിലെ ഓരോ വ്യക്തികളും, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ഇസ്ലാം ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, അവരെല്ലാം അവരുടെ മതത്തിൽ നിന്നുകൊണ്ട് ഹീലേഴ്സ് ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും പണം ഉണ്ടായിക്കൂടെ? സംശയം ആളുകൾ ഇത് വിശ്വസിക്കത്തില്ലല്ലോ. അതൊരു ചോദ്യമാണ്. അല്ല, അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞത്, അപ്പൊ മറ്റവര് സാധ്യമായ ഏറ്റവും വലിയ സംഗതി എന്താണ്? ചിപ്പാണ് അവർക്ക് കിട്ടാവുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും അവർ അത് വിശ്വസിച്ചിട്ട് അതിനനുകൂലമായിട്ട് തെളിവ് കണ്ടെത്തുമ്പോൾ ഇത് ഒരിക്കലും പരിഹരിക്കപ്പെടാതെ പോവായത്. ഇതൊരു മാനസിക രോഗമാണെന്ന് പറഞ്ഞാൽ പിന്നെയും പരിഹാരം ഉണ്ടാവും. ഇതൊരു ബാധോപദ്രവമാണെന്ന് പറഞ്ഞാൽ പിന്നെയും പരിഹാരം ഉണ്ടാവും. കാരണം ആരെങ്കിലും അടുക്ക് പോയി ഹീൽ ചെയ്യുമ്പോൾ ഇത് മാറും. ഇപ്പോൾ സയൻറ്റിഫിക് ആയിട്ടും പറ്റത്തില്ല, താന്ത്രികമായിട്ടും പറ്റത്തില്ല, സൈക്കോളജിക്കലായിട്ടും പറ്റത്തില്ല ഇത് പരിഹരിക്കാൻ. ചിപ്പാന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അങ്ങനെ നടുക്ക് വിടുന്ന ഒരു വിഭാഗം ഭൂരിപക്ഷം വരുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരിക്കലും ഹീലേഴ്സ് ആവാൻ പോകുന്നില്ല. ഇതിനൊരു ചില ക്വാളിറ്റീസ് ഉണ്ടാവണം. എല്ലാവർക്കും ഹീലേഴ്സ് ആവാൻ പറ്റുമോ ചോദിച്ചാൽ പറ്റില്ല എന്ന് പറയണം. പറ്റിയാൽ നല്ലത്. അതാ ഞാൻ മുമ്പേ പറഞ്ഞു, പറ്റിയാൽ നല്ലത്. അവരവരെങ്കിലും ഹീൽ ചെയ്താൽ മതി. ഈ ആക്സിഡന്റ് പറ്റി കുണ്ടലിനി ഉയർന്നാലും അല്ലേ സാധ്യതയില്ലേ? ഇതിന് ഉണ്ട്. കുണ്ടലിനി ഉണരാൻ സാധ്യതയില്ല. തീർച്ചയായിട്ടും. അങ്ങനെയുള്ളവർക്കും ചിലപ്പോൾ വേണമെങ്കിൽ ഇതുപോലുള്ള, അങ്ങനല്ലേ ഇത് ഇങ്ങനെയുള്ളവരും ഉണ്ടാവുന്നത്. ഇപ്പം അമൃതാനന്ദമയിയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു സാധാരണ മുക്കുവ കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്. അത് ഒരു ബ്രാഹ്മണനോ ഒന്നുമല്ല, നല്ല സ്പിരിച്വലി ഒരു കണക്ഷനും ഇല്ലാത്ത ആളാണ്. പക്ഷേ കുണ്ടലിനി റേസ് ചെയ്തപ്പോൾ അത് ചെറുപ്പത്തിലേ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നമ്മുടെ അടുത്താണ്. അതുകൊണ്ട് തന്നെ പണ്ട് പ്രായമുള്ളവരൊക്കെ പറഞ്ഞ് സ്കൂളിലൊക്കെ വെച്ചിട്ട് ബോധം കെട്ട് വീഴുമായിരുന്നു. അപ്പോൾ സാറുമാരൊക്കെ പിടിച്ച് കെട്ടിയിട്ട് അടിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എപ്പോഴും ഈ കുട്ടി ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന കാണാം. പിന്നീട് ആദ്യം അതിന് ഇതൊന്നും അറിയില്ല, എന്താണ് ചെയ്യണമെന്ന് അറിയില്ല, എന്താണ് ചെയ്യണമെന്ന് അറിയത്തില്ല. അതിനിങ്ങനെ തലകറങ്ങി വീഴുന്നു എന്നൊക്കെ അറിയാവും. ഇടയ്ക്ക് തുള്ളുമായിരുന്നു, ബാധ കയറിയ കുട്ടി. അന്നും തുള്ളലുണ്ടായിരുന്നു. കുട്ടിയായിരിക്കും. ഇടയ്ക്ക് കുറച്ചാൾ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടില്ല. അപ്പം പക്ഷെ പിന്നീട് നല്ല ഡേറ്റീസ് പൊസസ് ചെയ്യാൻ തുടങ്ങി. അതങ്ങനെയാണ് സംഭവിക്കുന്നത് എപ്പോഴും. ആദ്യം ഇവർ കുറേ സഫർ ചെയ്യും. നെഗറ്റീവ് ഡേറ്റീസ് ഈ എനർജി റൈസ് ചെയ്യുമ്പോൾ ആദ്യം ചോറ്റാനിക്കരയൊക്കെ തുള്ളുന്ന ആൾക്കാരെ കണ്ടില്ല. നെഗറ്റീവായിട്ടുള്ള ഡേറ്റീസ് പൊസസ് ചെയ്യുന്ന സമയത്ത് നരകതുല്യമായ ജീവിതമാണ്. ഒരിക്കലും ഭീകരാവസ്ഥയാണ്. നമ്മൾ പറയുന്ന കൂട്ടല്ല, അവർക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റൂല. നെഞ്ചിൽ വലിയ വെയിറ്റ് എടുത്ത് വെച്ച കൂട്ട്, ആളുകളുടെ മുന്നിൽ പരിഹാസപാത്രമാവും. ഇവർക്ക് ഓട്ടോമോട്ടോർ മൂവ്മെൻ്റ് എന്ന് പറയും. ബോഡി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല മൂവ്മെൻറ്റ്സ്.
ഇങ്ങനെയൊക്കെ പോകും. ഇവരുടെ ബോഡി ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഭീകരാവസ്ഥയാണ് അത്, പൊസസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ. അവർ ഈ കളിയാക്കുകയും ചീത്ത പറയുന്നവരൊക്കെ ഉണ്ട് നമ്മൾ. പക്ഷേ ഇത് ഒരു ദിവസം ഇവരുടെ അവസ്ഥ ഒന്ന് അനുഭവിക്കണം. അല്ലെ വീട്ടിൽ ഒരാൾക്ക് ഇത് വരുമ്പോൾ മാത്രം നമുക്ക് മറ്റുള്ളവർക്ക് ഇതൊരു ജോക്കാണ്. അടി വന്ന് തെറി വിളിച്ചാൽ മതി. ചിലപ്പോൾ ഈ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് ആളുകൾ ചീത്ത വിളിക്കും, ഇതൊക്കെ ഉടായിപ്പാണെന്ന് പറഞ്ഞിട്ട്. അവരവരുടെ വീട്ടിൽ ഇത് ഒരു ദിവസം സംഭവിക്കുമ്പോഴാണ് കളി മാറുന്നത്. അവനവൻ്റെ വീട്ടിലുള്ളവർക്ക് ഒരു ദിവസം സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരിക്കലും ആദ്യമൊക്കെ പോയി ഈ സൈക്യാട്രി സൈക്കോളജി ഒക്കെ കണ്ടിട്ടെങ്ങും മാറ്റാതെ വരുന്നിടത്താണ് അവർ പോയി ഏതെങ്കിലും ഉസ്താദിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പൂജാരിമാരെയോ കണ്ടിട്ടാണ് ഇത് മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അതുകൊണ്ടാണ് ഇപ്പോഴും ഇതെല്ലാം നിലനിൽക്കുന്നത്. ആളുകൾക്ക് പ്രയോജനമില്ലാത്ത ഒരു ബിസിനസ് ആയിക്കോട്ടെ, ഇത് ബിസിനസ്സാന്നല്ലേ പറയുന്നത്. 6 മാസം 1 വർഷം നിൽക്കും ഒരു പെട്ടിക്കട ഇട്ട് കഴിഞ്ഞാൽ. 5000 കൊല്ലമായി നമ്മൾ ഈ ഇരിക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം പുതുക്കി പണിഞ്ഞിട്ട് 5000 ആളുകൾ വന്ന് ശമ്പളം വാങ്ങിക്കുന്ന, ജോലി ചെയ്ത് ശമ്പളം വാങ്ങിക്കുന്ന ഏതെങ്കിലും സ്ഥാപനം ലോകത്ത് 5000 കൊല്ലമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഈജിപ്തിലെ പിരമിഡിലൊന്നും ആളുകളില്ല. ഇല്ല. ഈ അമ്പലം നമ്മുടെ അടുത്ത് 5000 കൊല്ലമായി പുതുക്കി പണിച്ചു. അപ്പോൾ ഒറിജിനൽ കാലം അറിയത്തില്ലെന്ന് പറയുമ്പോൾ ഹീലിംഗില് ഇതിനകത്ത് എന്തൊക്കെയോ ദേവതകളിൽ കാര്യങ്ങളില്ലേ? അപ്പോൾ സനാതന ധർമ്മം എന്നത് സത്യമാണ്, സയൻസാണ്. സയൻസാണ്.